ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ബക്ലാവ ഉണ്ടാക്കാൻ പോകുന്നു. 2-3 വട്ടം ബക്ലാവ ഉണ്ടാക്കിയതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ 3 സക്സസ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് 4ാമത്തെ വട്ടം ബക്ലാവ ഉണ്ടാക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ ആർട്ടിഫിഷ്യൽ ലിംബ് ഉപയോഗിച്ച് നടക്കലില്ല. ആക്ച്വലി എന്നോട് നടക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കാരണം 2 കാലിൽ മുട്ട കുത്തി വീട്ടിൽ നടക്കുന്നത് ഇസ് നോട്ട് ഹെൽത്തി ഫോർ മൈ ഹെൽത്ത്. പക്ഷെ ഞാനത് അങ്ങനെ പറഞ്ഞാൽ കേൾക്കലില്ല, പക്ഷെ അത് പറയാൻ കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ മുട്ട കുത്തി നടക്കുമ്പോൾ ഞാൻ സാധനങ്ങളോ റൂമുകളൊക്കെ കുറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും സ്റ്റൂൾ വേണം. അതിൻ്റെ മുകളിൽ കയറിയിട്ട് എനിക്ക് കുറ്റമൊക്കെ തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കാര്യപ്പെട്ട അധികം സാധനങ്ങളൊന്നും ബക്ലാവക്ക് വേണ്ട. വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഫിലോ പേസ്ട്രി ഷീറ്റ്. ദിസ് ഇസ് മാൻഡേറ്ററി. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു മിക്സാണ്. ആക്ച്വലി ഇതിൽ പിസ്ത, കാഷ്യൂനട്ട്, ബദാം, ഏലക്ക 2 കറുവപ്പട്ട 2, പിന്നെ ഇച്ചിരി പഞ്ചസാര ഒക്കെ കൂടെ ഇട്ട് മിക്സിയിൽ അടിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. വല്ലാണ്ട് മിക്സിയിൽ അടിച്ച് ചമ്മന്തി വരിയാക്കരുത്, പക്ഷെ ഇങ്ങനെ ഇത്തിരി കട്ടയായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗീ ആണ്. പക്ഷെ എന്തെങ്കിലും ഗീ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബട്ടറും നല്ലതാണ്. ഇത്രയൊക്കെ സാധനങ്ങളെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കും. പക്ഷെ ഞാൻ ആദ്യം ഷുഗർ സിറപ്പ് ഒഴിക്കുമായിരുന്നു. ബക്ലാവ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന് ഷുഗർ സിറപ്പ് ഒഴിച്ച് ലാസ്റ്റ് കഴിക്കുമ്പോൾ ഒരുമാതിരി കിണ്ണത്തപ്പം പോലെ ഉള്ളത് കൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നും. നമുക്കിനി ഫിലോ പേസ്ട്രി ഷീറ്റ്സ് ഒന്ന് തുറന്നു നോക്കാം. ഇതിനൊരു പ്ലാസ്റ്റിക് ഉടുപ്പ് ഉണ്ടാവും. ആ പ്ലാസ്റ്റിക് ഉടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബട്ടർ പേപ്പറിൻ്റെ ഒരു ഉടുപ്പ് ഉണ്ടാവും. ആ ഉടുപ്പും കൂടെ അയച്ചാലാണ് നമ്മൾ പേസ്ട്രി ഷീറ്റ്സിലേക്ക് എത്തുക. എൻ്റെ വീട്ടിൽ OTG ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അടുപ്പത്ത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഇച്ചിരി നേരം ഒന്ന് പ്രീഹീറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാൻ പ്രീഹീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്യുക. ഇതിൽ പൊട്ടണ പാത്രം വെച്ചാൽ കുഴപ്പമില്ല എനിക്കറിയാം. പക്ഷെ എനിക്ക് പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊട്ടണ പാത്രം വെക്കില്ല. എനിക്ക് ആക്ച്വലി എല്ലാ സാധനങ്ങളും അറേഞ്ച്ഡ് ആയിട്ട് ഇങ്ങനെ മുന്നിൽ കണ്ടാൽ മാത്രമേ എനിക്ക് പണിയെടുക്കാൻ ഒരു ഇത് കിട്ടും. എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓരോ സാധനം തപ്പി പോകുമല്ലോ, എനിക്കത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ സാധനവും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് പണിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിലാണ് ബക്ലാവ ഉണ്ടാക്കുക. ശരിക്കും ട്രേ ഉണ്ട്, പക്ഷേ ട്രേ തപ്പിയിട്ട് കണ്ടിട്ടില്ല. പാത്രം അതിന് വലിയ പ്രശ്നമൊന്നും. ഈ ഫിലോ ഷീറ്റ്സ് വലിയ ഷീറ്റ്സ് ആയിരിക്കും. അത് കുറേ എടുക്കുന്നതിന് പകരം ഞാൻ ചെയ്യാറുള്ളത് ഈ പാത്രത്തിൻ്റെ സൈസിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കും. അതിന് ഈ പാത്രം ഇതിൽ കുറേ പേസ്ട്രി ഷീറ്റ്സ് ഉണ്ടാവും. നമ്മൾ വൃത്തിയിൽ മടക്കിയിട്ടില്ലെങ്കിൽ വര വീണ് ക്രാക്കാവും. ഇത് നമ്മളിങ്ങനെ വൃത്തിയിട്ട് സ്കൂളിലേക്ക് ചാർട്ട് പേപ്പർ വെക്കില്ലേ, അതുപോലത്തെ പ്രൊസീജിയർ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. സക്സസ്ഫുള്ളി ആദ്യത്തെ പേജ് കയറി. ഒരു ഫിലോ ഷീറ്റ് നമുക്ക് കയ്യിൽ കിട്ടി. നമുക്കിത് മടക്കാം. നമ്മളിത് ഇങ്ങനെ എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ബട്ടറായി. ചൂടുണ്ട്, കൈ പോകും. ബട്ടർ നമ്മൾ ആദ്യം ഈ പാത്രത്തിലേക്ക് ഇത്തിരി ഒഴിച്ചിട്ട് ഫുള്ള് സ്പ്രെഡാക്കി കൊടുക്കണം. ഫസ്റ്റ് ഫിലോ ഷീറ്റ് നമ്മൾ ഇട്ടു. ഇനിയാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് വരുന്നത്. ഇത് നമ്മൾ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. ബക്ലാവ ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കണം. ഫുള്ള് നെയ്യിൽ ഇങ്ങനെ പുതിർന്ന് കിടക്കണം. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ബക്ലാവ റെഡി. ഈ സമയത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് വെള്ളം, 3/4 കപ്പ് പഞ്ചസാര. ഷുഗർ സിറപ്പ് ഒഴിച്ചത് കൂടി പോയാലും പ്രശ്നമാണ്. തൽക്കാലത്തേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നില്ല. ബക്ലാവ ഇസ് ഓൾമോസ്റ്റ് റെഡി. അത് കളറൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുണ്ട്. കൊളസ്ട്രോൾ ഉള്ളവരും ഞാൻ ട്രൈ ചെയ്യണ്ട. അപ്പം ശരി.